ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 9th ഇനി ബയോളജി എക്സാമാണ് വരുന്നത്. അപ്പോൾ ബയോളജി എക്സാമിന് ആകെ ഒരേ ഒരു ഡേ ആണ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എക്സാമിന് വേണ്ടി എന്തൊക്കെ പഠിക്കണം, എത്ര ചാപ്റ്റർ പഠിക്കണം, ടെൻഷൻ ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ 20% ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററാണ് എക്സാമിന് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ലേ? അപ്പോൾ ഗൈസ്, ദിസ് ഈസ് ദ വീഡിയോ ഫോർ യു. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ബയോളജി പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ മെയിൻലി 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും എക്സാമിന് വന്നതാണ്. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ പറഞ്ഞ ഒരു 3rd ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിനും സെക്കൻഡ് ചാപ്റ്ററിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. 20% ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ബട്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. 3rd ചാപ്റ്റർ എന്നാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അതാണ് ഏറ്റവും വലിയ ചാപ്റ്ററും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററും. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന സമയത്ത് അതിൽ മെയിൻലി 3 ചാപ്റ്റേഴ്സാണ് കാണുക. ബട്ട് അതിൽ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിനുള്ളൂ. അതായത് ബിഹൈൻഡ് ദ മൂമെൻറ്റ്സ് പറഞ്ഞ ചാപ്റ്റർ ഫുള്ളി എക്സാമിനുണ്ട്. ബട്ട് 5th ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഒരു പോർഷൻ മാത്രമാണ് എക്സാമിനുള്ളൂ. 4th ചാപ്റ്റർ ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ഉറപ്പായും പഠിച്ചോളൂ ഗൈസ്. അതിന് ഫുൾ ചാപ്റ്റർ എക്സാമിന് വരുന്നതാണ്. അതുപോലെ 5th ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം നമ്മുടെ ഫെർട്ടിലൈസേഷൻ വരെയാണ് ഗൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് വരും. ആ ഫെർട്ടിലൈസേഷൻ്റെ ആ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുവരെയാണ് എക്സാമിന് മെയിനായിട്ട് വരുന്നത് ഗൈസ്. അതുപോലെ ഈ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ വരുന്ന എല്ലാ ഡയഗ്രാംസും ഇത് നന്നായി നോക്കണം കേട്ടോ. എനിക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. സോ ഞാനൊന്ന് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ വരെയുള്ള എല്ലാ ഡയഗ്രാമും നിങ്ങളൊന്ന് നന്നായി നോക്കണം. അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ഏതൊക്കെ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റായി വായിക്കാൻ പറ്റുമോ അതെല്ലാം ഒന്ന് ഫുൾ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റായി വായിക്കുക. അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക ഗൈസ്. നിങ്ങൾ എക്സാം ചെയ്ത മുമ്പ് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററും ടഫായ ചാപ്റ്റേഴ്സും ഉണ്ടെങ്കിൽ സൈലം പോലുള്ള യൂട്യൂബ് ചാനലിലെ ക്ലാസ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കുക. ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾ പോയി എക്സാം ചെയ്ത് ഗൈസ്, ഒരു പേടിയും വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.